രാത്രി കാലങ്ങളിൽ രാത്രിഞ്ചരന്മാരായിട്ടിരുന്ന് സ്ത്രീകളുടെ മുറിയിൽ കിടന്ന് പല കാര്യങ്ങളും. അപ്പൊ അതിപ്പം പണ്ടാണ്ട് പറഞ്ഞല്ലോ, അവര് അതിനെ ഒരു ശരിക്കും ഭർത്താവ് ആവുന്നത് പോലെ തന്നെ, ഭർത്താവിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വേറെ വിവാഹമൊന്നും വേണ്ടാന്ന ലെവലിലേക്കൊക്കെ അവർ എത്താറുണ്ട്. നമസ്കാരം, രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്നും. നമ്മളെ നേരത്തെ പറഞ്ഞിരുന്ന പോലെ കുറേയധികം ആൾക്കാർ ചോദിച്ചിരുന്ന, കുറേയധികം ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന, കുറേയധികം ചർച്ചകളും കുറേയധികം വൈറലുമായ, അല്ലെങ്കിൽ കുറേയധികം തെറ്റിദ്ധാരണകളുള്ള ഒരു വലിയ സബ്ജക്റ്റ്, ചെറിയ സബ്ജക്റ്റുള്ള വലിയ സബ്ജക്റ്റ് ആണെങ്കിലും എൻ്റെ അറിവിൽ നിന്നും ഞാൻ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയതും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയതും വായിച്ചറിഞ്ഞതുമായ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഇന്ന് വന്നേക്കുന്നത്. ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നതും ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിച്ചതും ഒരുപാട് പേര് പേടിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് മിത്തുകൾ, ഒരുപാട് കെട്ടുകഥകൾ ഇതിനെപ്പറ്റിയുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഇടുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനല്ല, ഇങ്ങനെയാണ്, ഇതിനെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരൊക്കെ വിമർശിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു അതിനെപ്പറ്റി ഇടണം, അതിന്റെ കാര്യങ്ങൾ ഇടണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. ഗന്ധർവൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതും പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആരാധനയോടെ കാണുന്ന അമാനുഷിക ശക്തിയുള്ള, അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റിൽ ഏറ്റവും സുന്ദരനായ പുരുഷനായിട്ടുള്ള ഗന്ധർവൻ എന്നൊരു കൺസെപ്റ്റ്, ആ ഒരു സബ്ജക്റ്റ് തന്നെ എടുക്കാൻ കാര്യം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഗന്ധർവനെ പറ്റിയുണ്ട്. ആ മാനുഷിക തലത്തിലുമുണ്ട്, ദൈവിക തലത്തിലുമുണ്ട്. ഗന്ധർവനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ എന്താണ് ഗന്ധർവൻ? പലപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഇത് കുറച്ച് ലേറ്റ് ആയതിന്റെ കാര്യം, കുറച്ച് റെഫറൻസ് എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കുറച്ച് ഗുരുക്കന്മാരുമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഇതുമായിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളവരുമായിട്ട് കുറച്ച് ഗ്രന്ഥങ്ങളിലെ കുറച്ച് പുസ്തകങ്ങളിലൂടെയൊക്കെ റെഫറൻസ് ഒക്കെ എടുത്ത് വേണമായിരുന്നു നമുക്ക് എടുക്കാൻ, ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പൂജകളിൽ വന്നതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയും കുറച്ച് എനർജി ലെവൽ വേരിയേഷൻ കൊണ്ടുകൊണ്ട് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ എന്താണ് ഗന്ധർവൻ? പ്രത്യേകിച്ച് ഗന്ധർവനെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് പത്മരാജന്റെ ഞാൻ ഗന്ധർവൻ എന്നൊരു പടം, അല്ലെ? നല്ല ഒരു വളരെ മനോഹരമായ സിനിമ. അതിനകത്ത് നല്ല ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, വളരെ മനോഹരമായ ഒരു പാട്ട്. അതേപോലെ ദേവി എന്ന് പറഞ്ഞൊരു പാട്ട്. ഒരുപാട് പാട്ടുകളും ഒരുപാട് മിത്തുകളും നമ്മൾ ഒരുപാട് ആസ്വദിച്ച ഒരു സിനിമയാണ്. നിതീഷ് ഭരദ്വാജ് എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചിരുന്ന ആ ആള് നായകനായിട്ട് വന്ന ആ ഒരു സിനിമ ഗന്ധർവന്റെ കൺസെപ്റ്റിനെ പോലും മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു. പല കെട്ടുകഥകളും അതിനെപ്പറ്റിയുണ്ട്. പത്മരാജൻ ഈ കഥ എഴുതിയപ്പോൾ ആൾക്കാർ പറഞ്ഞു പോലും ഇത് സിനിമയായിട്ട് റിലീസ് ചെയ്യരുത്, റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കും, ആയുസിന് പ്രശ്നം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സിനിമയാക്കിയതിനു ശേഷം അദ്ദേഹം പിന്നീട് മരിച്ച സമയത്തൊക്കെ ആൾക്കാർ പറഞ്ഞു ഇതിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ ഒരു കെട്ടുകഥകൾ ഇതിനെപ്പറ്റി, ഗന്ധർവനെ പറ്റി. അപ്പം ഗന്ധർവൻ പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല ഇങ്ങനെ ഒരു കഥകളും, അല്ലെ ഗന്ധർവൻ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അത് കെട്ടുകഥകളായിട്ട്, മിത്തായിട്ടൊക്കെ ഒരുപാട് നമ്മളുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഗന്ധർവൻ? എന്താണ് അതിന്റെ കൺസെപ്റ്റ്? ഗന്ധർവൻ ഉണ്ടോ? ഇനി ഗന്ധർവൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഗന്ധർവ സങ്കല്പം, ഇപ്പോൾ നമ്മളുടെ ഒരു ഇതിൽ പറഞ്ഞാൽ ഗന്ധർവ സങ്കല്പം അല്ലെ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, മാനുഷിക തലത്തിൽ ഗന്ധർവനുണ്ട്, ദൈവിക തലത്തിൽ ഗന്ധർവനുണ്ട്. പണ്ട് കാലത്ത് ഈ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള സുന്ദരികളായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് ഈ മൊബൈൽ ഫോണുകളോ അങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് പലർക്കും പണ്ടത്തെ കാലത്ത് അറിയാമല്ലോ, സംസാരിക്കാൻ പോലും ഭയം, മറ്റുള്ളവരായിട്ട് ഇടപെടാൻ ഭയം, ആരോടെങ്കിലും മിണ്ടിയാൽ വീട്ടിൽ കാരണവർ വന്ന് നമ്മളെ വഴക്ക് പറയും, അല്ലെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെൺപിള്ളേർ ആൺകുട്ടികളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ളൊരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും സേഫായിട്ട് ഒരാളുമായിട്ട് സംവദിക്കാൻ ഏറ്റവും സുന്ദരനായ ഒരു മനുഷ്യൻ, അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ അവർ സങ്കല്പിച്ചെടുക്കുന്ന ഏറ്റവും സുന്ദരനായ ഒരു മനുഷ്യനാണ് ഗന്ധർവൻ, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെപ്റ്റാണ് ഗന്ധർവൻ. അവരുടെ പല ആവശ്യങ്ങളും അതിലൂടെ അംഗീകരിക്കാനും, അവരുടെ പല ഇംഗിതങ്ങളും അതിലൂടെ സാധിക്കാനും അവർക്ക്, എന്നാൽ മറ്റുള്ളവരെ അറിയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മനസ്സിലാകാതെ, പിന്നീട് ഇത് മനസ്സിലാകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ഇത് ഭ്രാന്തിന്റെ ലെവലിലേക്ക് ഇവർക്ക് എത്തും. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കളി കൂടിയിട്ട് അത് മാനസികമായി ഭയങ്കര പ്രശ്നമായിട്ട് ഇവർ വീടിന് പുറത്തിറങ്ങത്തില്ല. രാത്രി 12 മണിയാകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് സുന്ദരികളായിട്ടിരുന്ന് ഈ ഗന്ധർവനായിട്ട് സംസാരിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മാനസികമായ ഭ്രാന്ത് പോലെയൊക്കെ ആവുന്നു എന്നല്ലാതെ ഇത് ശരിക്കും
അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുന്ന പോലെ അന്നത്തെ കാലത്ത് അവർ കണ്ടെത്തിയിരുന്ന അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു ഈ ഗന്ധർവൻ എന്നത്. സബ് കോൺഷ്യസ് മൈൻഡ്, മാനുഷിക തലത്തിലുള്ള സങ്കല്പം. അപ്പം അവർ കണ്ടെത്തുന്ന ആൾ ഏറ്റവും സുന്ദരനായ ആളായിരിക്കും. അമാനുഷിക ശക്തികൾ ഒരുപാട് ഉണ്ടാവും. മറ്റേ സിനിമയ്ക്കകത്ത് കാണിച്ചു കൊടുത്താലേ മറ്റേ ലൈറ്റ് കത്തുന്ന കിരീടം അതുമായിട്ടൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നു. പക്ഷേ ഈ ഗന്ധർവൻ പാലപ്പൂവിന്റെ ഗന്ധം എങ്ങനെ വന്നു ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യക്ഷിക്കാണല്ലോ പാലപ്പൂവിന്റെ ഗന്ധം പറയുന്നത്. പക്ഷേ യക്ഷിയുടെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് വേണേൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പം പാലപ്പൂവിന്റെ ഗന്ധം വരുന്നു. അപ്പം ഗന്ധർവൻ വന്നു. രാത്രി കാലങ്ങളിൽ രാത്രിഞ്ചരന്മാരായിട്ടിരുന്ന് സ്ത്രീകളുടെ മുറിയിൽ കിടന്ന് പല കാര്യങ്ങളാണ്. അപ്പൊ അതിപ്പം പണ്ടാണ്ട് പറഞ്ഞല്ലോ, അവര് അതിനെ ഒരു ശരിക്കും ഭർത്താവ് ആവുന്നത് പോലെ തന്നെ, ഭർത്താവിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വേറെ വിവാഹമൊന്നും വേണ്ടാന്ന ലെവലിലേക്കൊക്കെ അവർ എത്താറുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഗന്ധർവനെ പറ്റി കഥ എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആള് കഥ എഴുതി പകുതി ആകുമ്പോഴത്തേക്ക് വീട്ടിലെല്ലാവർക്കും ആർക്കെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും. ഒന്നിൽ കാമുകനുണ്ടാവും, അല്ലെങ്കിൽ ബന്ധുക്കാർക്കുണ്ടാവും, വീട്ടുകാർക്കുണ്ടാവും. അപ്പൊ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ വിചാരത്തിൽ ഇത് ഗന്ധർവൻ പണി തരുന്നതാണ്. ഉടനെ അവർ കഥ എഴുതി നിർത്തിയിട്ട് അടുത്ത് കുറച്ചു കാലം കഥ എഴുതായിരിക്കും. വീണ്ടും ഇവർ ഈ ഗന്ധർവനെ പറ്റി കഥ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതും ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ കളിയാണ്. കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാല് തട്ടി മുറിഞ്ഞാലും അത് ഗന്ധർവന്റെ, ഏറ്റവും കൂടുതൽ പഴി കേട്ട ആളും ഗന്ധർവൻ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ വെറുതെ വല്ലവന്റെയും ചെയ്തതിന് പണി കിട്ടിയതും ഗന്ധർവൻ തന്നെയായിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്. അതേപോലെ എൻ്റെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ ആള് ഒരു കൊച്ചിലെ തൊട്ട് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം തൊട്ട് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റിൽ ഇങ്ങനെ അമാനുഷികമായ ഒരാള് ജീവിതത്തിൽ എപ്പോഴും സഹായിയായിട്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നടക്കാനും സംസാരിക്കാനും രാത്രി കാലങ്ങളിൽ അവരുടെ അടുത്ത് വന്നിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് ഒരാളിനെ അവർ സങ്കല്പിച്ച് വെച്ചിരുന്നു. അത് സങ്കല്പവുമാവാം, റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന ചില അപൂർവം കേസുകളുമുണ്ട്. ഇല്ലാന്നും പറയുന്നില്ല. ചില കേസുകളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് അതിന്റെ സാന്നിധ്യമൊക്കെ വരാം. റിയലിസ്റ്റിക് ആണ് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഇതേ ആള് മറ്റൊരാളുടെ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്കൊക്കെ വരും. ഇതേ അവസ്ഥയിൽ അവരുദ്ദേശിച്ച തലങ്ങളിലേക്ക്, അവരുദ്ദേശിച്ച ലെവലിലേക്കൊക്കെ ആളെത്തും. അവർ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ, ചിലപ്പോൾ ഈ പറയുന്ന ഗന്ധർവൻ അല്ലെങ്കിൽ ആ ഒരു പേരിട്ട് വിളിച്ച അവർ മനസ്സിൽ ചിന്തിച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ എത്തുമ്പോഴാണ് നമുക്കിത് റിയലിസ്റ്റിക് ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കളി മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമായിട്ട് എടുക്കണം. എങ്കിൽ പോലും പണ്ട് കാലത്ത് ഈ പറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോഴും ഗന്ധർവനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഗന്ധർവനെ മനസ്സിൽ ആരാധിക്കുന്ന, വിവാഹം കഴിഞ്ഞവർ വിവാഹം കഴിയാത്തവരായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് അറിവ്. കാരണം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അമാനുഷികനായ ഒരാൾ എപ്പോഴും തൻ്റെ ഭർത്താവിനേക്കാളും മികച്ചതായിട്ടോ അല്ലെങ്കിൽ തൻ്റെ കാമുകനേക്കാളും മികച്ചതായിട്ട്, ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അവരുമായിട്ട് രമിക്കാനും ആരും അറിയാതെ സംവദിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഗന്ധർവന്റെ ഏറ്റവും വലിയ മാനുഷിക തലത്തിലുള്ളൊരു ഗുണം. ഇത് പണ്ട് മന്ത്രവാദികൾ ദുരുപയോഗം ചെയ്തിരുന്നു. കാരണം ശരിക്കും ഗന്ധർവ ബാധ കൂടിയാൽ ഗന്ധർവാദികൾ ചെയ്യുന്നത് ആ സ്ത്രീ അശുദ്ധമാക്കാൻ ശ്രമിച്ചതാണ്. അശുദ്ധമായി കഴിഞ്ഞാൽ ഗന്ധർവൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റു പല രീതിയിലേക്കൊക്കെ ഈ മന്ത്രവാദികളൊക്കെ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ദൈവിക തലത്തിൽ ഗന്ധർവൻ, അങ്ങനെ ഒരു ഗന്ധർവ സങ്കല്പം കൂടെ ഉണ്ടല്ലോ. ഗാന്ധാര ദേശത്തെ പാട്ടുകാരായിട്ടാണ് ഗന്ധർവന്മാരെ കഥകളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന കേട്ടറിവുകളിലൂടെയും അറിയുന്നത്. ഗാന്ധാര ദേശത്തെ പാട്ടുകാരായിട്ട്, അല്ലെങ്കിൽ ഇതിനകത്തെ പാട്ടുകാരായിട്ട്, യക്ഷ കിന്നര ഗന്ധർവന്മാരെന്നൊക്കെ പറഞ്ഞാൽ പാട്ടുകാരായിട്ടാണ്. പണ്ട് നമ്മൾ തമാശക്കൊക്കെ പറഞ്ഞ ഗിറ്റാറൊക്കെ പിടിച്ച് ഇപ്പം ഈ പാടുന്ന ഗിറ്റാറിസ്റ്റ് പോലത്തെ, അല്ലെങ്കിൽ പാട്ടുകാർ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കിന്നരന്മാരെ, കിന്നര വീണ വീട്ടി എന്നൊക്കെ നമ്മൾ പാട്ടിനകത്ത് കേട്ടില്ല. അപ്പം യക്ഷ കിന്നര ഗന്ധർവന്മാർ അങ്ങനെ പറയുമ്പം ഈ ഗന്ധർവനെ പാട്ടുകാരായിട്ടാണ്, ഗാന്ധാര ദേശത്തെ പാട്ടുകാരായിട്ടാണ് പറയുന്നത്. അതിനകത്ത് യക്ഷി അവരുടെ ഭാര്യമാരായിട്ടാണ്, യക്ഷികൾ അവരുടെ ഭാര്യമാരായിട്ട് കഥകളുണ്ട്. അപ്പോൾ ആ കഥകൾ പ്രകാരം ഗന്ധർവന്മാർ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പാട്ടുപാടി നടക്കുമെന്നും സ്ത്രീകളെ മോഹിപ്പിച്ച് വശീകരണം നടത്തി സ്ത്രീകളെ മോഹിപ്പിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞ കുറേ കഥകൾ, ഉപകഥകളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമുക്കിതിന് ഈ പല ക്ഷേത്രങ്ങളിലും ഗന്ധർവനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ യക്ഷിയെ ആരാധിക്കുന്നു, ഗന്ധർവ ക്ഷേത്രങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ ദൈവിക തലത്തിൽ അതിനെ കൊണ്ടുവന്നിട്ട് അത് വേറൊരു എനർജി ലെവലിലേക്ക് മാറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ആ എനർജി ലെവലിലുള്ള ഗന്ധർവനെ അല്ല നമ്മളിപ്പോൾ സംസാരിച്ചത്. നമ്മൾ സംസാരിച്ച മാനുഷിക തലത്തിൽ ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഗന്ധർവൻ, ആ ഗന്ധർവൻ്റെ അവസ്ഥകളെ. അപ്പോൾ അത് പലപ്പോഴും പല ആൾക്കാർക്കും ഇത് പുറത്തറിയുന്നത് അവരൊരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അൾട്ടിമേറ്റ് ലെവലിലെത്തി മാനസിക രോഗത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് അറിയുന്നത്. പ്രത്യേകിച്ച് കൊച്ചു പെമ്പിള്ളേരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഈ പറയുന്ന അവസ്ഥയിലൊക്കെ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്, കേട്ടറിവുമുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇതൊരു മാനസിക തലത്തിലുള്ളൊരു കാര്യമാണെങ്കിലും നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ അന്നത്തെ കാലത്തെ പോലെ തന്നെ ഇന്നും ജീവിക്കുന്ന ഒരു സമൂഹം ആൾക്കാരുള്ളത് കൊണ്ട് ആ ഒരു ലെവലിലുള്ള ഗന്ധർവന്മാർ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥ ആളൊന്നും ആവില്ല, ഇങ്ങനെ ഒരാളും ഉണ്ടാവില്ല. എന്തും അവരുടെ ശരീരത്തിൽ ചെയ്യുന്നൊക്കെ അവർ തന്നെ ആയിരിക്കും, അല്ല വേറൊരാളും ആയിരിക്കില്ല. എന്നാൽ ഇതിനകത്ത് ഞാൻ പറയില്ല, ഒരു 10% ഒക്കെ
ഈ പറയുന്ന ഒറിജിനാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന 10% ഈ പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ഈ പറഞ്ഞ അതേ അവരുടെ സങ്കല്പത്തിലുള്ള അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ഒരിക്കലും പരിചിതമല്ലാത്ത ഒരുപാട് ആൾക്കാർ, ഏതെങ്കിലും ഒരാൾ, ഒരുപാട് ക്ഷമിക്കുക, ഒരാൾ അവരുടെ ജീവിതത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗന്ധർവനെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് മന്ത്രവാദികളുണ്ട്. ഗന്ധർവന്റെ ഉപാസന കൊടുക്കാം, ഗന്ധർവന്റെ സേവ കൊടുക്കാം, ഇത്ര രൂപ അന്നേരം 50,000 രൂപ അന്നേരം 25,000 രൂപ അന്നേരം എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങുന്നവരുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നവരും ഉണ്ടാവാം. അപ്പൊ അതിനകത്ത് അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. എങ്കിൽ പോലും ഗന്ധർവൻ എന്നൊരു മിത്ത്, ഇപ്പം നമുക്കൊരു അങ്ങനെ ഒരു സങ്കല്പം, അങ്ങനെ ഒരു നമ്മുടെ ഒരു ഇതിനകത്ത് ഉണ്ട് എന്നും, അത് മാനുഷിക തലത്തിലും ദൈവിക തലത്തിലും രണ്ടും രണ്ടാണെന്നും, പക്ഷെ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് ദൈവികമായ ഗന്ധർവൻ ഈ പറയുന്ന പാലപ്പൂവിന്റെ മണം വരുമ്പോൾ ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ട് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ അമാനുഷിക ശക്തിയോടെ മിന്നാമിനുങ്ങളൊക്കെ വരുന്ന ഞാൻ ഗന്ധർവനെ കാണിച്ച ഗന്ധർവനല്ല മാനുഷിക തലത്തിലുള്ളതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ദൈവിക തലത്തിലുള്ള ഗന്ധർവൻ ഈ പറഞ്ഞ ബാധയായിട്ടൊന്നും വരില്ല, അല്ലെങ്കിൽ അതിന് കുറേയധികം ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇത് മാനുഷിക തലത്തിലുള്ള കൂടുതലൊരു 90% മാനുഷിക തലം തന്നെയാണ്. ഇത് 10% ഒക്കെ ഇപ്പോൾ ബാധ ഉള്ളതുപോലെ തന്നെ 10% ഒക്കെ ഇതിനകത്ത് ഗന്ധർവൻ ഒരു ഒറിജിനാലിറ്റി ഉള്ളതുണ്ടാവാം. അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക. ഗന്ധർവന്റെ പുറകെ പോകാനോ ഗന്ധർവൻ സുന്ദരനായ പുരുഷനായിട്ട് അതിൻ്റെ പുറകെ പോകാനോ ഒന്നും അല്ല പറഞ്ഞത്. എങ്കിലും ഇങ്ങനെ ഒരു കഥയുണ്ട് ഗന്ധർവനെ പറ്റി. കൂടുതൽ വിവരങ്ങൾ ഗന്ധർവനെ പറ്റി റിസർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയിട്ട് കൂടുതൽ വിവരങ്ങൾ ഇടാം. ഇനിയും പറ്റുമെങ്കിൽ കുറേയധികം ഗന്ധർവനെ പറ്റിയുള്ളതും കിന്നര ഗന്ധർവ യക്ഷന്മാരുടെയൊക്കെ കഥകൾ നമുക്ക് റിവീൽ ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.